ഏറ്റവും ആദരണീയനായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, അപ്പം തന്നെ ഇവിടെ പുറമേൽ വിവിധ പ്രഭാഷണങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന സഹോദരനായിട്ടുള്ള ജ്യേഷ്ഠന്മാരാണ് സ്നേഹിക്കുന്നത്. ക്ഷേത്രത്തിൽ ആദരണീയനായിട്ടുള്ള തിരുമേനി ഇവിടെ ഉണ്ടാകുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷം. ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ആധ്യാത്മിക പ്രഭാഷണത്തിലൂടെ എത്തിച്ചേരാൻ ഭഗവാന്റെ പരമഭക്തരായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും കാണാനും അല്പസമയം നിങ്ങളുമായി സംസാരിക്കാനുമുള്ള ഒരു അവസരം ഗുരുവായൂരപ്പനുണ്ട്. ഉണ്ടായി ഈ സന്തോഷത്തിൽ കാരണം ഒരുപാട് നേരം സംസാരിച്ചു, വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് അറിയിച്ചു. അങ്ങനെ ബഹുമാനത്തോടുകൂടി കണ്ട് അല്പസമയം ഭഗവാന്റെ നാട്ടുകാരായിട്ടുള്ള നിങ്ങളുമായിട്ട് സംസാരിക്കാം എന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഭാഗത്ത് ഈ പ്രഭാഷണത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളൊക്കെ സാധനം ക്ഷമിക്കണമെന്നുള്ള ആത്മ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ അവിടെ ഒന്ന് ആരെങ്കിലും രാവിലെ ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങളിൽ ഞാൻ മാർഗശീർഷ മാസമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. സേനാനികളിൽ ഞാൻ സ്കന്ദനാണ്, യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണ്, മുനിമാരിൽ ഞാൻ വ്യാസനാണ്, മാസങ്ങളിൽ ഞാൻ മാർഗശീർഷ മാസമാണ് എന്ന് ഭഗവാൻ വിഭൂതി യോഗത്തിൽ അർജുനോട് പറയുന്നു. ആ പറഞ്ഞ മാർഗശീർഷ മാസമാണ് ഇപ്പൊ ഈ ധനു 1-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്താണ് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കാൻ, ഭഗവാനെ കുറിച്ച് പറയാൻ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ സവിശേഷതയെ കൂട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് പുരാണശ്രവണം വളരെയധികം പ്രസിദ്ധമാണ്, പരിഭാവനമാണ്, എപ്പോഴും പ്രസിദ്ധമാണ്. ഇപ്പം അത് കേൾക്കുന്നത് കുറച്ചുകൂടെ വിശേഷമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഇവിടെ നിശ്ചയിക്കപ്പെട്ടത് ഈ സമയത്താവണം എന്നുള്ളത് ഭഗവാന്റെ നിശ്ചയമായിക്കൊള്ളണം എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഭഗവാന്റെ നിശ്ചയപ്രകാരം ഇത്തരത്തിലുള്ള ആധ്യാത്മിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ ഈ ധർമ്മത്തിലേക്ക്, ഈ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ അവരോട് പറയാനുള്ളതൊക്കെ രാവിലെ പറഞ്ഞു, നമ്മളോട് പറയാനുള്ളത് ഇപ്പൊ കുറച്ച് സംസാരിക്കാം. ഒരു ആധ്യാത്മികതയുടെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ നാമജപത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കുടുംബമാണ്, ക്ഷേത്രദർശനത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് കുടുംബമാണ്, ഗുരുനാഥന്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടത് കുടുംബമാണ്, ബാക്കി എല്ലാത്തിലേക്കും കൊണ്ടുപോകണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ സനാതന ധർമ്മത്തിൽ, ഹിന്ദുമത വിശ്വാസത്തിൽ ഈ കുടുംബപരമായിട്ടുള്ള ആധ്യാത്മികതയ്ക്ക് ഇന്ന് വലിയ രീതിയിലുള്ള ശോഷണം സംഭവിച്ചിട്ടുണ്ട്. അതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ. ക്ഷേത്ര ദർശനം പോലും യഥാർത്ഥത്തിൽ വെട്ടിക്കപ്പെട്ടിട്ടുള്ളത് സകുടുംബമാണ്. അച്ഛനൊരു സമയം, അമ്മയ്ക്കൊരു സമയം, ഏട്ടനൊരു സമയം, അങ്ങനെയല്ല. പോകുമ്പോ എല്ലാവരും കൂടെ ഒന്നിച്ചു പോവുക, ഒന്നിച്ചു പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുമ്പോ അനുഭവിക്കാവുന്ന അവസ്ഥയാണ്. ആ ജീവിച്ചിരിക്കുമ്പോ അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാമജപത്തിലൂടെ തന്നെ സാധിക്കുള്ളൂ എന്നാണ് ഈ പ്രശ്നം. ഞാൻ നിങ്ങളോട് ഇതൊരിക്കലും എന്റെ അറിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടി സംസാരിക്കാൻ പറഞ്ഞു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. എത്ര പേര് സഹസ്രനാമം ചൊല്ലാറുണ്ട്? കൈകൊണ്ടു. നമ്മൾ ഈ ലളിതാസഹസ്രം പഠിക്കുന്ന കുട്ടിക്ക് നിങ്ങൾ ഈ ലളിതാസഹസ്രം പഠിച്ചു കൊടുക്കണം. ഈ ബ്രഹ്മഗ്രന്ഥി എവിടെ ആക്സെപ്റ്റ് ചെയ്തിരിക്കും? ഇത് ജപിക്കുന്നത് എന്താവശ്യം ജപിച്ചിരുന്നുണ്ടെങ്കിൽ പറയാൻ തുടങ്ങി അല്ലെ? ഈ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളിൽ തന്നെ വീണ്ടും പോയിട്ട് ഇങ്ങനെ തലയില്ലാതെ അവർ പാടില്ല. 10 വർഷം മുമ്പ് 12 വർഷം മുമ്പ് വളരെ ജീവിതത്തിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്നും കാര്യത്തിൽ അത് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. എന്നോട് അത് ചെയ്ത പ്രശ്നം മാറി കഴിഞ്ഞു. അതിന് എത്ര കാലമായിട്ട് മാറുന്നു. ഞാൻ അതിന് എന്ത് ചെയ്യാനാണ്? 8 കൊല്ലമായിട്ട് മനസ്സിലായില്ല മാറാൻ പോകുന്നില്ല.